ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചൂരമീൻ കറിയാണ്. അത് വറുത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. അത് കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നമ്മുടെ ചൂരമീൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടാലോ. അപ്പം ഞാനിവിടെ ഒരു 2.5 കിലോൻ്റെ ചൂരമീനാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിലത്തെ തൊലി ഭാഗമൊക്കെ ഒന്ന് ചുരണ്ടി മാറ്റി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ കഷ്ണം മുറിക്കാതെ വാങ്ങിയത്. അല്ലെങ്കിൽ മീൻകാർ തന്നെ അവർ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ പൊതുവേ വാങ്ങുക. അപ്പോൾ ഇതെനിക്ക് മുറിച്ചെടുക്കാൻ വലിയ പരിചയമൊന്നും ഇല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയ മീൻ ഇങ്ങനെ മുറിച്ചെടുക്കുന്നത്. ഇത് അവരെടുക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ നല്ല മുറിച്ചുള്ള കത്തിയൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾക്ക് മുറിച്ചിട്ടും കിട്ടുന്നില്ല. എങ്ങനെയൊക്കെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തല മുറിച്ചെടുക്കാൻ കിട്ടി. ഇനിയിപ്പോൾ ഓരോന്ന് മുറിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ ഓരോ പീസായിട്ട് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി ഇതിനൊന്ന് മാരിനേഷൻ ചെയ്യാം. ഞാൻ 1 കിലോ മാത്രമേ കറി വയ്ക്കാൻ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് വറുക്കാനാണ്. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് മീൻ കഷ്ണങ്ങളിലൊക്കെ ഈ എരിവൊക്കെ പിടിക്കുന്നവരെ ഒന്ന് തിരുമ്പി കുഴച്ച ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ജീരകം, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ പെരുംജീരകം, ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാനുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ വറുത്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ പച്ചച്ചോവ് മാറുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇത് വറുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാരിനേഷൻ ചെയ്ത് വെച്ചാൽ ആ മീനൊന്ന് ഒരു ഹാഫ് വേവിലൊന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തിട്ട് കറി വയ്ക്കുമ്പോൾ ഈ ചൂരമീനിൻ്റെ ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇങ്ങനെ വറുത്തിട്ട് വയ്ക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. അല്ലെങ്കിൽ ആ ചൂരമീനിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും അല്ലേ? നിങ്ങൾക്കറിയാം, കഴിച്ചവർക്കറിയാം. അപ്പോൾ നമുക്കൊന്ന് കറി വയ്ക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു മൺപാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആ വറുത്ത മീനിൻ്റെ എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയുള്ളി പൊടിയരിഞ്ഞത് അത് ചേർക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആവുന്നവരെ വറുത്തെടുക്കണം. ഇനി ഒരു 1/2 കപ്പ് സവോള, അതും പൊടിയായി അരിഞ്ഞത്, അതും കൂടി ചേർത്തിട്ട് ഈ വലിയ ഉള്ളിയും സവോളയും നന്നായി ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ വറുത്തെടുക്കണം. ഇതുപോലെ ആവണം, ചൊവ്വയുന്നാവണം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർക്കാം. ജീരകവും ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടിയൊക്കെ എല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്തില്ലേ, ആ പേസ്റ്റ് ഇപ്പോഴാണ് ചേർക്കേണ്ടത്. ഇത് ചേർത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരണം. ഇങ്ങനെ നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ഈ എണ്ണ മുകളിൽ തെളിഞ്ഞ് വരുമ്പോൾ ഇത് അത്രയും സെറ്റായി എന്നർത്ഥം. അപ്പോൾ ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ മുളക് പൊടി നമ്മളങ്ങനെ ആ പേസ്റ്റ് ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് പുളി ചേർക്കാം. ഞാനിതിലേക്ക് ഒരു നെല്ലിക്കയുടെ വലിപ്പമുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ പുളി പാടില്ല. നമ്മൾ സാധാരണ മത്തിക്കറി വെക്കുന്ന പോലെ അത്ര പുളിയൊന്നും ആവശ്യമില്ല അതിന്. അപ്പോൾ നെല്ലിക്കയുടെ വലിപ്പമുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നോക്കിയിട്ട് നിങ്ങൾ പുളിയൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ. മീനിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾ പുളി ഒഴിച്ചാൽ മതി. ഇനി കുറച്ചുകൂടെ ഒരു മഞ്ഞൾപ്പൊടിയുടെ കുറവുണ്ട്. അപ്പോൾ ഞാൻ 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട്
ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് രണ്ടാം പാല് ഒരു അര ഗ്ലാസ് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ചാറൊന്ന് തിളച്ച് വരട്ടെ. ഇനി കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചാറൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ തിളച്ച ശേഷം നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെന്താണെന്ന് പറയുക, മൺപാത്രം ആയതുകൊണ്ട് അത് കുറുകി വരും. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് തിളച്ച ശേഷം ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പും പുളിയൊക്കെ നോക്കണം കേട്ടോ. ഇനി മീൻ കഷ്ണങ്ങൾ ഉടയൊന്നുമില്ല ഇതിൽ, കാരണം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഫിഷ് മസാല ചേർക്കാം. ഫിഷ് മസാല ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് ഫിഷ് മസാലയൊക്കെ ചേർക്കുമ്പോൾ നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരമുറി തക്കാളിയും ഒരു പച്ചമുളക് 2ആയി കീറിയത് ഇടുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. അഥവാ തക്കാളി ഇടുകയാണെങ്കിൽ നിങ്ങൾ പുളി കുറച്ചൊഴിക്കണം. പുളി നോക്കിയിട്ട് തക്കാളി ഇട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ ചാറ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉള്ള മീൻ കറിയാണ് കേട്ടോ. അത് നമ്മൾ ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ മീൻ കറി കിട്ടില്ല, അതേ രുചിയാണ് ഈ മീൻ കറിക്ക്. ഇത് ഇന്ന് വെച്ചിട്ട് ഇനി ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ഈ മീൻ കറിക്ക് നല്ല രുചിയാണ്. അപ്പോൾ കുറച്ച് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അപ്പോൾ നല്ല എരിവും ചുടുപ്പും ഒക്കെ വേണം. അപ്പോൾ ഞാൻ മൊത്തം ഒരു 4 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 2 ടീസ്പൂണോളം കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ എരിവ് ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കണം. അതുപോലെ തന്നെ പുളിയും കൂടുതൽ പാടില്ല. ഇനി ഇതിലേക്ക് 1-ാം പാല് ചേർക്കാം. ഇനി 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ മീൻ കഷ്ണങ്ങൾ വറുത്തിട്ടാണല്ലോ നമ്മൾ ഇതിലിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചാറൊക്കെ ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെന്തയത്തിൻ്റെ പൊടിയും കൂടി ചേർക്കാം. ഈ മീൻ കറിക്കൊക്കെ വെന്തയത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ നല്ല മണമാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചൂര മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ പരിവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അടുത്ത ദിവസം ആകുമ്പോൾ നന്നായി കുറുകി വരും ചാറ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.